നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് നിലവിലെ സമ്പത്തിനേക്കാൾ കൂടുതൽ സമ്പന്നതയിലേക്ക് എത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഠിനാധ്വാനം ചെയ്യാതെ തന്നെ സമ്പത്ത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള മാനിഫെസ്റ്റേഷൻ സീക്രട്ടാണ്. പണം നമ്മളിലേക്ക് എത്താത്തതിൻ്റെ പ്രധാന കാരണം പണത്തിൻ്റെ ഈ സീക്രട്ട് നമുക്കറിയാത്തത് കൊണ്ടാണ്. നമ്മളിലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, മറിച്ച് നമ്മൾ എന്ത് എനർജി ലെവലിലാണ് എന്നതിനെ ആശ്രയിച്ച് അതേ എനർജിയിലുള്ള കാര്യങ്ങളാണ്. പണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പണത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലുള്ളത് പണത്തിൻ്റെ അഭാവവും അസൂയയും സങ്കടവും നിരാശയും സംശയവുമാകുമ്പോൾ പണവുമായുള്ള നമ്മുടെ എനർജി വളരെ താഴ്ന്ന ലെവലിലായിരിക്കും. ആ എനർജി ലെവൽ എപ്പോൾ ഹൈ ആക്കാൻ കഴിയുന്നു, അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന പലരെയും പോലെ നമുക്കും കഠിനാധ്വാനം ചെയ്യാതെ തന്നെ സമ്പന്നതയിലേക്ക് എത്താനും സാധിക്കും. പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഈ എനർജി ലെവൽ ഹൈ ആക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പുമാണ്. ഈ രണ്ട് സമയത്തും നിങ്ങൾ അല്പസമയം കണ്ണടച്ചിരുന്ന് സമ്പൽ സമൃദ്ധമായ ജീവിതം എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങളുടെ സമ്പൽ സമൃദ്ധമായ ജീവിതം എന്താണ്? അതായത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് തോന്നുന്ന സമ്പൽ സമൃദ്ധമായ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊരു സ്ക്രിപ്റ്റ് തന്നെ എഴുതി ഉണ്ടാക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്? എങ്ങനെയായിരിക്കും ആ അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതം? നിങ്ങളുടെ സറൗണ്ടിങ്സ് എങ്ങനെയായിരിക്കും? നിങ്ങൾ എങ്ങനെയായിരിക്കും ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്? അതിലൊരു ക്ലാരിറ്റി വരുത്തിയാണ് ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതേണ്ടത്. ആ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ആ ജീവിതമാണ് ജീവിക്കുന്നത് എന്ന രീതിയിൽ ആ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുക, ആ സന്തോഷം അനുഭവിക്കുക, ആ സുരക്ഷിതത്വം അനുഭവിക്കുക, ആ സമൃദ്ധി അതേ രീതിയിൽ നിങ്ങൾ അത് വായിച്ച് അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. അത് കൃത്യമായി 21 ദിവസം എഴുന്നേറ്റ ഉടനെയും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവത്തിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. അതുപോലെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, പരിശ്രമത്തിലൂടെ അല്ല പണം നിങ്ങളിലേക്ക് എത്തുന്നത്. പകരം എനർജറ്റിക്കലി ഇത്തരത്തിൽ പണത്തിന്റെ വികാരം നമുക്ക് മാറ്റാൻ അനുഭവിക്കാനും കഴിയുമ്പോൾ, വിശ്വസിക്കാനും കഴിയുമ്പോൾ നമ്മുടെ എനർജി ലെവലിന് അനുയോജ്യമായ അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നതും അത്തരം അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുമ്പോൾ സമ്പത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മളിലേക്ക് വരുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് കാര്യങ്ങളെ പൂർണ്ണമായും എടുത്തു കളഞ്ഞ് വിശ്വാസത്തോടെ ഇത് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. കൂടുതൽ അറിയാൻ നിങ്ങൾ വാട്സപ്പ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.